Fourier series problem. Okay, square wave generate cheyana. That is the Fourier series theorem vechittu square wave generate cheyana. Here is condition thannittund. Find the Fourier series. Y equal to a for t equal to 0 to t equal to t half. Okay, അതായത് ഈ y യുടെ വാല്യൂ a. അപ്പോൾ ഇതുവരെയാണ് ഇതിന്റെ ടൈം പീരീഡ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇവിടെ ടൈം പീരീഡ് t ആണ്. ഇവിടെ എന്തായിരിക്കും? t half ആയിരിക്കും. അല്ലേ? t half. ഓക്കേ, സോ ഇതെന്താണ്? 0. അപ്പോൾ 0 to t half. 0 to t half വാല്യൂ എത്രയാണ്? y equal to a ആണ്. അതാണ് ഇവിടെ കൊടുക്കുന്നത്. y equal to a for t equal to 0 to t equal to t half. Okay. ഇനി അടുത്തത് y equal to 0 at t half. നോക്കൂ, t half എന്ന് പറയുന്ന ഈ പോയിന്റിൽ y എന്താണ്? 0 ആണ്. Okay. അടുത്തത് y equal to -a for t equal to t half to t. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t half മുതൽ t വരെ y യുടെ വാല്യൂ -a ആണ്. ഓക്കേ, ഇനി y equal to 0 at t. അതായത് ഈ പോയിന്റിൽ y എന്താണ്? 0. ഓക്കേ, ഇതാണ് കണ്ടീഷൻ. ഒന്നുകൂടി പറയാം. y equal to a, y equal to a ഏത് വരെയാണ്? അതായത് 0 to t half വരെയാണ്. then t half ൽ y equal to 0 അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. y equal to 0 at t half. അതുപോലെ തന്നെ y equal to -a എവിടെയാണ്? t half to t. okay, then y equal to 0 at t. okay, ഇത് നമുക്ക് അറിയാമോ? അതായത് ഫുറിയർ സീരീസ് അല്ലേ? ഫുറിയർ തിയറം പ്രകാരം ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതായത് y equal to a0 plus summation r equal to 1 to infinity ar sin r omega t plus summation r equal to 1 to infinity br cos r omega t. ഇനി നമുക്ക് ഓരോ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കോഎഫിഷ്യന്റ് അല്ലേ a0 equal to 1/t അല്ലേ? എന്താണ്? y dt ആണ്. 0 to t. അപ്പോൾ ഇവിടെ ഒരു കംപ്ലീറ്റ് പീരീഡിനിടയിൽ 4 കണ്ടീഷൻ വരുന്നുണ്ട് അല്ലേ? ഒന്നാമത്തെ കണ്ടീഷൻ ഇത്, രണ്ടാമത്തേത് അതായത് y0 ആകുന്നത് t half-ൽ, പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ ഇത്, നാലാമത്തെ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഈ y ന്റെ സ്ഥാനത്ത് അതായത് 1/t into അല്ലേ ഇന്റഗ്രൽ. ഓക്കേ, ആദ്യം നമുക്ക് എന്താ കൊടുക്കുക? ആദ്യം 0 to t half കൊടുക്കാം. 0 to t half. 0 to t half. ഓക്കേ, 0 to t half. ആ സമയത്ത് y യുടെ വാല്യൂ എത്രയാണ്? y യുടെ വാല്യൂ എത്രയാണ്? a ആണ്. അപ്പോൾ y ക്ക് പകരം a dt എന്ന് കൊടുക്കും. a dt പ്ലസ് പിന്നെ അടുത്തത് എന്താ? y0 എവിടെയാ? t half. അപ്പോൾ നമുക്ക് മൊത്തമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടും. അപ്പോൾ 0 പോകും. ഓക്കേ, ഇനി അടുത്തത് നമ്മൾ നോക്കുക. അടുത്ത എവിടെയാണ്? y equal to -a ആണ്. എവിടെ? t half to t. അപ്പോൾ ഇന്റഗ്രേഷൻ കൊടുക്കുന്ന സമയത്ത് ഇന്റഗ്രൽ എങ്ങനെ കൊടുക്കണം? t half to അല്ലേ? t half to t. ഓക്കേ, y ക്ക് എന്ത് കൊടുക്കുക? -a കൊടുക്കുക. ആ മൈനസ് ഞാൻ പുറത്തേക്ക് എടുക്കും. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ മൈനസ് വരും. ഓക്കേ, -a അല്ലേ dt. ആ മൈനസ് പുറത്തേക്ക് എടുത്തു. പ്ലസ് പിന്നെ t half-ൽ എന്തുണ്ട്? 0. ഓക്കേ, ഞാൻ ഇവിടെ a0 എന്നുള്ളത് കണ്ടുപിടിക്കാൻ പോവാണ് കോഎഫിഷ്യന്റ്. അപ്പോൾ we know that a0 equal 1/t integral 0 to t y dt. സോ 1/t പുറത്തെടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു ടൈം പീരീഡിനുള്ളിൽ 4 കണ്ടീഷൻ വരുന്നുണ്ട്. ആ 4 രീതിയിലുള്ള എഴുതിയിട്ടുണ്ട്. ഓക്കേ, then ഇനി നോക്കുക. a0 equal to 1/t. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? a കോൺസ്റ്റന്റ് ആണ്. dt നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t വരും അല്ലേ? അപ്പോൾ എന്ത് വരും? a into t. ഇന്റഗ്രൽ അതിന്റെ വാല്യൂ എന്താ? 0 to t half. ഓക്കേ, പിന്നെ അടുത്തത് 0. ഓക്കേ, പിന്നെ മൈനസ് ഇവിടെ എന്താ വരിക? a into t തന്നെ വരിക. ഓക്കേ, കാരണം ഈ t ആണ് ഇവിടുത്തെ വേരിയബിൾ അല്ലേ?
ടി ആണ് ഇവിടുത്തെ സ്മോൾ ടി എന്ന് എഴുതാം, സ്മോൾ ടി. ഓക്കെ, ലിമിറ്റ് എന്തായിരിക്കും? ടി ഹാഫ് ടു ടി, ഇത് 0. ഓക്കെ, ഇനി നമ്മള് ഇത് ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യും. അപ്പൊ 1/t അല്ലെ ഇൻറ്റു ഇതെന്താണ് വരിക? ഇവിടെ a നമുക്ക് പുറത്തെടുക്കാം. അപ്പൊ a/t പിന്നെ ഇവിടെ എന്ത് വരും? ടി ഹാഫ്, ഇത് 0 ആണ്, മൈനസ് ഇവിടെ എന്ത് വരും? ടി ഹാഫ്. അപ്പൊ ടി ഹാഫ് മൈനസ് ടി ഹാഫ് ഇതിനുള്ളിൽ 0 വരും. അപ്പൊ ടോട്ടൽ വാല്യൂ a0 യുടെ ടോട്ടൽ വാല്യൂ എന്തായിരിക്കും? 0. ഓക്കെ, ടോട്ടൽ വാല്യൂ 0. ദാറ്റ് മീൻസ് a0 coefficient a0 equal to 0. Okay, next one, coefficient AR. AR നമുക്ക് കണ്ടുപിടിക്കാം. AR. Okay, AR എന്ന് പറയുന്നത് ഇന്റഗ്രൽ അല്ലേ? 2/t ആണ്. 2/t. Okay, 2/t into integral 0 to t. Okay, 0 to t y, okay, sin r omega t dt. That is equation number 1. Okay, अब इसलिए AR equal to 2/t integral 0 to t y sin r omega t dt. Then AR equal to okay, 2/t നമുക്ക് ഈ 0 to t എന്ന് പറയുന്ന ഇവിടെ നമുക്ക് 4 കണ്ടീഷൻ ഉണ്ട്. സോ അതിൽ 2 കണ്ടീഷൻ 0 ആണ്. ഓക്കെ, അപ്പൊ ആദ്യം എവിടെ നിന്ന് എടുത്തേക്കാം? 0 to t ഹാഫ് ഇന്റഗ്രേഷൻ, അതായത് 0 to t ഹാഫ്. ഓക്കെ, t ഹാഫ്. ആ സമയത്ത് y യുടെ വാല്യൂ എത്രയാ? a ആണ്. സോ അപ്പൊ ഈ y ക്ക് എന്ത് കൊടുക്കാം? a, പിന്നെ sin, ഓക്കെ, r, ഒമേഗ എന്ന് പറയുന്നത് 2π/t ആണ്. ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 2π/t. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എന്താ വരിക? 2πr ഈ പ്രകൃതി into t divided by capital T. Okay, so then അതിനുശേഷം 0 to t/2 ആണ്. പിന്നെ എന്താ ഉള്ളത്? t/2 to t ഉണ്ട്. അപ്പൊ പ്ലസ് ഇന്റഗ്രൽ എവിടെ നിന്ന് എവിടേക്ക് കൊടുക്കണം? t half to t. ആ സമയത്ത് t half to t എന്നുള്ള സമയത്ത് എന്താ വാല്യൂ? y യുടെ വാല്യൂ എന്താ? -a ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കുന്നു? -a കൊടുക്കുന്നു. y ക്ക് എന്ത് കൊടുക്കുന്നു? -a. പിന്നെ ബാക്കി അതുപോലെ തന്നെ sin, ഓക്കെ, sin 2πr t divided by capital T. ഓക്കെ, into t. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ AR equal to 2 divided by t. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? സൈൻ ഇന്റഗ്രേഷൻ മൈനസ് കോസ് ആ വരിക അല്ലേ? അപ്പോൾ മൈനസ് a cos, ഓക്കെ, 2π r t divided by t അല്ലേ? into എന്താ വരിക? t divided by 2πr. ഓക്കെ, ഇതാണ് ഇതിന്റെ ഇന്റഗ്രേഷൻ. ഇത് ലിമിറ്റ് എന്താണ്? ലിമിറ്റ് 0 to t half പ്ലസ്, ഓക്കെ, അപ്പൊ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഓക്കെ, മൈനസ് a ഉണ്ട്. അതുകൂടാതെ സൈനിന്റെ ഇന്റഗ്രേഷൻ മൈനസ് കോസ് ആണ്. അപ്പൊ ആ മൈനസ് ഉണ്ടായി, പ്ലസ് ആയി. അപ്പം a into cos 2π r t divided by capital T into t divided by 2πr. ഓക്കെ, ലിമിറ്റ് എന്താണ്? ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് t half to t half to t ആയിരിക്കും. So this is equation number 2, this is equation number 3. Okay, then
AR equal to 2 divided by T. ഇത് നോക്കുക, ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. ആദ്യം അപ്പർ ലിമിറ്റ് അല്ലേ, അപ്പോൾ ഇവിടെ മൈനസ് എ ഉണ്ട്, മൈനസ് എ കോസ് ഓക്കെ 2 പൈ ആർ. ആദ്യം ടിക്ക് എന്ത് കൊടുക്കാം, ടി ഹാഫ് കൊടുക്കാം. ടി ഹാഫ് എന്ന് പറയുമ്പോൾ ടി ഡിവൈഡ് ബൈ 2 എന്ന് വരും, ഇവിടെ ഒരു ടി വരും ഓക്കെ. ടി പിന്നെന്താ ഉള്ളത്, ടി ബൈ 2 പൈ ആർ ഇവിടെ പോകുന്നുണ്ട് ഓക്കെ. മൈനസ് മൈനസ് പിന്നെന്താണ് 0 എന്ന് കൊടുക്കുന്ന സമയത്ത് എന്ത് വരും, ഇവിടെ cos 0 എന്ന് വരും അല്ലേ. cos 0 മൈനസ് cos 0 cos 0 into t divided by 2 pi r. Okay. Then അടുത്ത ഇവിടെ വാല്യൂ കൊടുക്കുന്നു പ്ലസ് ഓക്കെ. then ഇവിടെ വാല്യൂ കൊടുക്കുന്നത് അപ്പർ വാല്യൂ ടി ആണ്. എന്താ വരിക, നമുക്ക് ഇവിടെ ഏതൊക്കെ കോമൺ ആയിട്ട് എടുക്കാം, എ ടി ഡിവൈഡ് ബൈ 2 പൈ ആർ. ഇത് കോമൺ ആയിട്ട് എടുക്കാം, എ ടി ഡിവൈഡ് ബൈ 2 പൈ ആർ ഇൻറ്റു ഓക്കെ ഇൻറ്റു ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാം കോസ് 2 പൈ ആർ അല്ലേ, ക്യാപിറ്റൽ ടി ഡിവൈഡ് ബൈ ടി ഓക്കെ. പിന്നെ എന്താ ലോവർ ലിമിറ്റ്, ലോവർ ലിമിറ്റിലെ കോസ് 2 പൈ ആർ ടി ഡിവൈഡ് ബൈ 2t ഓക്കെ 2t. then AR equal to ഇവിടെ നമുക്ക് എന്ത് കോമൺ ആയിട്ട് എടുക്കാം, ടി ഡിവൈഡ് ബൈ 2 പൈ ആർ കോമൺ ആയിട്ട് എടുക്കാം അല്ലേ. ഇവിടെ 2 ബൈ ടി ഇവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്, പിന്നെ കോമൺ ആയിട്ട് എടുക്കുന്നത് ഓക്കെ എന്തെടുക്കാൻ പറ്റും, ടി എ ഡിവൈഡ് ബൈ 2 പൈ ആർ ഓക്കെ. ഈ മൈനസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മൈനസ് ഇതിനും കൊടുക്കുന്നു. അപ്പോൾ എന്താ വരിക, മൈനസ് കോസ് ഓക്കെ. ഇവിടെ ടി ക്യാൻസൽ ചെയ്ത് പോയി, 2 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എന്താ വരിക, കോസ് മൈനസ് കോസ് പൈ ആർ അല്ലേ, മൈനസ് കോസ് പൈ ആർ. പിന്നെ ഈ മൈനസ് ഇതിന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും, പ്ലസ് വരും, പ്ലസ് കോസ് 0 വരും, കോസ് 0 ഓക്കെ. കോസ് 0. then next one അടുത്തത് ഈ സാധനം അവിടെ എന്താണ്, എ ടി ഡിവൈഡ് ബൈ 2 പൈ ആർ തന്നെയാണ്, അല്ലെങ്കിൽ എ ടി ഡിവൈഡ് ബൈ 2 പൈ ആർ തന്നെയാണ്. പിന്നെയുള്ളത് ഇവിടെ ടി ക്യാൻസൽ ആയി പോയി, അതുപോലെ ഇവിടെ ടി ക്യാൻസൽ, പിന്നെ 2 ക്യാൻസൽ ഓക്കെ. അപ്പോൾ എന്താ സംഭവിക്കുക, ഇതേപോലെ തന്നെ ഒരു ടേം വരും അല്ലേ, എന്താണ്, ദാറ്റ് ഈസ് കോസ് അതേപോലെ കോസ് 2 പൈ ആർ മൈനസ് കോസ് പൈ ആർ ഓക്കെ. ഈ കോസ് 2 പൈ ആറിന്റെ വാല്യൂ 1 ആയിരിക്കും ഓക്കെ. അതുപോലെ കോസ് 0യുടെ വാല്യൂ 1 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, ദാറ്റ് ഈസ് AR equal to okay 2 divided by t okay 2 divided by t into TA divided by 2 pi r 2 pi r. ഇതിന്റെ വാല്യൂ 1, അതുപോലെ തന്നെ ഇതിന്റെ വാല്യൂ 1 ആണ്. that is minus cos pi r plus 1 okay plus 1 okay minus cos pi r. അപ്പോൾ ഇവിടെ എന്താ വരിക, അതായത് 1 plus 1 2 വരും അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വരുന്നുണ്ടാവുക, that is equal to
2 by t, okay, into PA divided by 2 pi r, okay. ഇത് 1 plus 1 2 പിന്നെ minus cos 2 pi r minus cos 2 pi r എന്ന് പറഞ്ഞാൽ minus 2 cos 2 pi r വരും അല്ലേ? minus 2 cos pi r വരും. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇത് രണ്ട് പ്രാവശ്യം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ this is 2 times എന്താണ് 2 times 1 minus cos pi r, okay. അപ്പോൾ എന്തൊക്കെ ക്യാൻസൽ ആവും? ഈ 2 cancel or EP cancel. Final we get AR equal to 2A by pi r, 2A by pi r into 1 minus cos pi r. Okay, this is the value of AR. Okay, only repeat here. നമ്മുടെ കോഎഫിഷ്യന്റ് AR ആണ് കണ്ടുപിടിക്കുന്നത്. AR equal to 2 by t integral 0 to t y sin r omega t dt. Okay, that is equation number 1. Then omega equal to 2 pi by t. Then AR എന്ന് പറയുന്നത് 2 by t. അപ്പോൾ ഈ 0 to t എന്ന് പറയുമ്പോൾ ഇവിടെ 4 കണ്ടീഷൻ വരുന്നുണ്ട്. അതിൽ 2 കണ്ടീഷൻ ഓൾറെഡി 0 ആണ്. കാരണം t ഹാഫിലും y എന്താ 0, അതുപോലെ തന്നെ t യിലും y 0 ആകുന്നുണ്ട് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇന്റഗ്രേഷൻ എടുക്കുമ്പോൾ 0 to t എന്ന് പറയുമ്പോൾ 2 കണ്ടീഷൻ വരുന്നുണ്ട്. അതായത് 0 to t ഹാഫിലെ y യുടെ വാല്യൂ a ആണ്, അതുപോലെ തന്നെ t ഹാഫ് ടു t യിൽ y യുടെ വാല്യൂ മൈനസ് a ആണ്. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. AR equal to 2 by t integral 0 to t half a sin ഈ ഒമേഗ എന്ന് പറയുന്നത് എന്താ 2 pi by t, അത് ഞാൻ ഇവിടെ കൊടുത്തു 2 pi by t. അപ്പോൾ a sin 2 pi by t rt into dt അല്ലേ, പ്ലസ് പിന്നെ അടുത്ത t half to t y ക്ക് ആ സമയത്ത് എന്താ വാല്യൂ മൈനസ് a ആണ്. സോ മൈനസ് a sin 2 pi rt by t into dt. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താ വരിക? AR equal to 2 by t. സോ മൈനസ് a അല്ലേ, sin ഇന്റഗ്രൽ എന്താണ് മൈനസ് കോസ് ആണ്, അതാണ് ഇവിടെ മൈനസ് a cos 2 pi rt by t into 2 t divided by 2 pi r അല്ലേ, ലിമിറ്റ് 0 to t half പ്ലസ് a cos 2 pi rt by t into t divided by 2 pi r in limit t half to t, that is equation number 3. AR equal to 2 by t, okay, 2 by t minus a. Okay, ഇനി എന്താണ് അപ്പർ ലിമിറ്റ് കൊടുക്കുക? അപ്പർ ലിമിറ്റ് എന്താണ് t ഹാഫ് ആണ്. അപ്പോൾ ഈ ഇവിടെയുള്ള tക്ക് t ഹാഫ് കൊടുക്കും, t divided by 2. എന്നാലും എന്താ സംഭവിക്കുക? ഈ 2 ക്യാൻസൽ ആവും. ഓക്കെ, അതുപോലെ ഈ tയും tയും ക്യാൻസൽ ആവും. ഓക്കെ, ദെൻ മൈനസ് പിന്നെ എന്താ കൊടുക്കുന്നത്? ഈ tക്ക് 0 കൊടുക്കുന്നു അല്ലേ, cos 0. ഓക്കെ, cos 0 into t divided by 2 pi r. പിന്നെ അടുത്തത് പ്ലസ് ഇവിടെ എന്താ അപ്പർ ലിമിറ്റ് t ആണ്. ഇത് ഇവിടെ എന്ത് കൊടുക്കാം? 8t, അതായത് ഇവിടെ ഏത് കോമൺ ആയിട്ട് എടുക്കുന്നത്? 8t divided by 2 pi r കോമൺ, then cos, okay, 2 pi r t divided by 8. ആദ്യം അപ്പർ ലിമിറ്റ് t കൊടുക്കുന്നു, t divided by capital T. സോ അത് ക്യാൻസൽ ചെയ്തു പോകും. അതുപോലെ തന്നെ മൈനസ് കോസ്, പിന്നെ t ഹാഫ് ആ കൊടുക്കുന്നത്, അപ്പോൾ മൈനസ് കോസ് 2 pi r t by 2t. അപ്പോൾ 2 ക്യാൻസൽ, t ക്യാൻസൽ. ഓക്കെ, then so നമുക്ക് എന്താ കിട്ടുക? AR equal to 2 by t, okay, TA divided by 2 pi r കോമൺ എടുത്തു, മൈനസ് കോസ് പൈ r, മൈനസ് കോസ് പൈ r, ഈ മൈനസ് ഉള്ളിലേക്ക് കൊടുത്തു കോസ് പൈ r പ്ലസ് കോസ് 0, ഓക്കെ, പ്ലസ് കോസ് 2 pi r, ഇവിടെ കോസ് 2 pi r മൈനസ് കോസ് പൈ r. So this is equation number 4, this is equation number 5, this is 6. Okay, that is AR equal to 2 by t, TA divided by 2 pi r, okay, minus cos pi r plus 1 minus cos pi r. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് കോസ് പൈ ആർ പ്ലസ് 1 പ്ലസ് 1 എന്ന് ഇവിടെ പ്ലസ് 2 വരും. ഇതുപോലെ മൈനസ് കോസ് പൈ ആർ മൈനസ് 2 കോസ് പൈ ആർ ആയി അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 1 മൈനസ് കോസ് പൈ ആർ എന്ന് പറയുന്നത് 2 പ്രാവശ്യം വരും. അതാണ് ഞാൻ 2 കോമൺ ആയിട്ട് എടുത്തു, 2 into 1 minus cos pi r.
ഓക്കെ അപ്പോൾ അവിടെ ആ 2 ഇതൊക്കെ ക്യാൻസൽ ആയി ടിയും ടിയും ക്യാൻസൽ ആയി ഫൈനലി വി ഗെറ്റ് AR equal to 2A divided by pi r into 1 minus cos pi r. So this is the value of coefficient here. So next is coefficient BR. BR ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. So എങ്ങനെ ചെയ്യാം 2/t BR equal to 2/t integral 0 to t okay y cos r omega t dt. Okay. ഇനി നമുക്ക് ഒമേഗ എന്ന് പറയുന്നത് എന്താ 2π/t ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ 0 to t എന്ന് പറയുന്നത് ഇവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട് 0 to t half നേരം y യുടെ വാല്യൂ a ആണ് പിന്നെ t half to t y യുടെ വാല്യൂ -a ആണ്. ഓക്കേ അപ്പോൾ br equal to 2/t okay integral 0 to t half okay into ആ സമയത്ത് y യുടെ വാല്യൂ എത്രയാ a ആണ് a cos okay 2π and omega 2π/t കൊടുക്കുന്നു 2π r t divided by capital T okay into dt plus പിന്നെ അടുത്തത് എന്താ integral അല്ലേ plus integral okay integral t half to t okay t half to t then അപ്പോൾ അവിടെ വാല്യൂ -a ആണ് -a so -a then -a cos 2π rt divided by capital T into dt okay capital T into dt അപ്പോൾ അവിടെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാം അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക br equal to 2/t okay 2/t into a sin അല്ലേ sin 2π rt divided by t into t divided by 2π r okay t divided by 2π r okay t divided by 2π r then limit എന്താണ് കൊടുക്കുക that is 0 to t half പിന്നെ ബാക്കിയുള്ളത് ഇവിടെ -a വരും -a അല്ലേ -a പിന്നെ കോസിന്റെ ഇന്റഗ്രൽ എന്താണ് കോസിന്റെ ഇന്റഗ്രൽ സൈൻ ആണ് എന്ത് വരും സൈൻ ഓക്കേ സൈൻ 2π rt divided by t into t divided by 2π r okay limit എന്താ limit t half to t okay അപ്പോൾ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ വാല്യൂ ഇതിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവസാനം കിട്ടുന്നത് 0 ആയിരിക്കും കാരണം sin 0 ആണ് അതുപോലെ തന്നെ sin 2π 0 ആണ് അപ്പോൾ ആ ഒരു കേസിലാണ് ഇത് രണ്ടും വരിക ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0 ആണ് അപ്പം br എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് 0 ആണ് ഓക്കേ അപ്പോൾ ഏത് കോഎഫിഷ്യന്റ് മാത്രമേ ഉള്ളൂ a0 0 ആയി അതുപോലെ br 0 ആയി അപ്പോൾ ഏത് മാത്രമേ ഉള്ളൂ ar മാത്രമേ ഉള്ളൂ അപ്പോൾ ar ന്റെ വാല്യൂ നമുക്ക് നേരത്തെ കിട്ടിയതാണ് ar equal to ഇതാണ് നമുക്ക് ar ന്റെ വാല്യൂ നേരത്തെ കിട്ടിയത് ഓക്കേ അപ്പോൾ ഈ ഒരു സ്ക്വയർ വേവിൽ ar എന്നുള്ള കോഎഫിഷ്യന്റ് മാത്രമേ ഉള്ളൂ ഓക്കേ br 0 അതുപോലെ തന്നെ a0 എന്നുള്ള കോഎഫിഷ്യന്റ് 0 ആണ് ഓക്കേ നമ്മൾ ഫൈനലായിട്ട് നമ്മൾ ഫോറിയർ സീരീസ് എഴുതുകയാണ് നമുക്കറിയാം സീരീസ് ഇക്വേഷൻ y equal to a0 plus summation r equal to 1 to infinity ar okay ar sin r omega t okay plus summation r equal to 1 to infinity br cos r omega t ഇതാണ് നമ്മുടെ സീരീസ് ഫോറിയർ സീരീസ് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് അതായത് a0 എന്താണ് 0 ആണ് അതുപോലെ തന്നെ br എന്താണ് 0 ആണ് പിന്നെ നമുക്ക് ഈ ar മാത്രമാണ് ar എന്ന് പറയുന്നത് എന്താണ് ar equal to നമുക്കറിയാം എന്താ 2a divided by pi r into 1 minus cos pi r okay 1 minus cos pi r
അപ്പോൾ നമ്മൾ ഇതും ഇതും അങ്ങ് 0 ആയിരിക്കും. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ y equal to summation r equal to 1 to infinity. here ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 2a divided by pi r into 1 minus cos pi r. Okay, cos pi r. പിന്നെ എന്താ ബാക്കിയുള്ളത്? sin r omega t. sin r omega t. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഈ സ്ക്വയർ വേവിന്റെ ഫൊറിയർ സീരീസ്. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം cos pi r എന്ന് പറയുന്നത് എന്താ? -1 ആണ്. r എന്ന് പറയുന്നത് നമ്പർ ആണ്. അപ്പോൾ ആദ്യം r ന് 1 കൊടുക്കുമ്പോൾ cos pi വരും അല്ലേ? പിന്നെ r ന് 2 വരും cos 2 pi വരും. അപ്പോൾ ഇത് എന്ത് തന്നെയാണ് വരിക? സമ്മേഷൻ r equal to 1 to infinity അല്ലേ? 2a divided by pi r പിന്നെ 1 മൈനസ് പിന്നെ cos pi എന്ന് പറയുന്നത് എന്താ? -1 ആണ്. ഓക്കെ, ഇൻറ്റു sin r omega t. അപ്പോൾ 1 മൈനസ് -1 എത്രയാ? 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 വരും. ഈ 2 ഇവിടെ എന്ത് വരുന്നുണ്ടാവും? 2 വരുന്നുണ്ട്. അപ്പോൾ 2 into 2 4 വരും. ദാറ്റ് ഈസ് എന്തായിരിക്കും? സമ്മേഷൻ r equal to 1 to infinity 4a divided by pi r അല്ലേ? 4a divided by pi r into sin r omega t. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയൊക്കെയാണ് വരിക നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ r ന് 1 കൊടുക്കുക. അപ്പോൾ എന്താ വരിക? y equal to എന്ത് വരും? 4a divided by pi. r ന് 1 കൊടുക്കുന്നു into sin r ന് 1 കൊടുക്കുക sin omega t അല്ലേ? പിന്നെ അടുത്തത് എന്തായിരിക്കും? 4a by എന്താണ്? 4a divided by അല്ലേ? 4a divided by ഇവിടെ r ന് കൊടുക്കുക 2 ന് കൊടുക്കുക. that is 2 pi. okay, in 2 pi then sin okay. അവിടെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ r ന് 2 ന് കൊടുക്കുമ്പോൾ ഈവൻ വാല്യൂ വരും. ഈവൻ വാല്യൂ വരുന്ന സമയത്ത് ആ വാല്യൂ കംപ്ലീറ്റ് എന്താവും? 0 ആയിട്ട് മാറുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ r ന് ഏതൊക്കെയാണ് വരിക? r ന് 1 വരും, r ന് 3 വരും. ഓക്കെ, അപ്പോൾ ആ വാല്യൂ നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മുടെ ഫൈനൽ ഇക്വേഷൻ y equal to summation r equal to 1 to infinity 4a divided by pi r sin r omega t. okay, so this is the final equation. okay, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കറിയാം, അതായത് ഓഡ് വാല്യൂ വരുന്ന സമയത്ത് മാത്രമാണ്. അതായത് r ന് 1 അതുപോലെ തന്നെ 3 5 അങ്ങനെ ഓഡ് വാല്യൂ വരുമ്പോൾ മാത്രമേ ഇതിന് എന്തുണ്ടാവൂ? ഇതിന്റെ വാല്യൂ തന്നെ മാക്സിമം ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് നമുക്ക് ഇതിനൊരു സീരീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ y equal to r summation r equal to 1 to infinity 2a by pi r pi 1 minus cos pi r sin r omega t. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ cos pi r ന്റെ വാല്യൂ cos pi എന്ന് പറയുന്നത് എന്തായിരിക്കും? that is cos pi -1 ആണ്. ഇതിനെ cos 2 pi എന്താ? that is +1. ഇനി cos 3 pi എന്താ? that is -1. ഓക്കെ, അപ്പം മനസ്സിലാക്കുക, ഇത് ഈവൻ ഫംഗ്ഷൻ വരുമ്പോൾ ഇത് 1 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ 1 വരികയാണെങ്കിൽ അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാവും, cos pi -1 വരുമ്പോഴാണ് ഇവിടെ എന്താണ് 1 -1 that is 2 വരുന്നത്. അങ്ങനെയാണ് ഇവിടെ നമ്മൾ വാല്യൂ കിട്ടുന്നത്. പക്ഷേ cos pi അതായത് cos 2 pi 1 വരുമ്പോൾ 1 - 1 0. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് cos pi r ഇതിന്റെ വാല്യൂ അത് ഈക്വൽ ടു 2 എപ്പോഴാണ്? r എന്ന് പറയുന്നത് r എന്ത് ഫംഗ്ഷൻ? r എന്തായിരിക്കണം? r ഓഡ് ആയിരിക്കണം. അതായത് 1 3 5 അങ്ങനെ ആയിരിക്കണം. ഇനി ഇതിന്റെ വാല്യൂ 0 ആണ്. 1 - cos pi r ന്റെ വാല്യൂ അത് 0 വരുന്നത് എപ്പോഴാണ്? r എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ വരുന്നത് 2 4 അങ്ങനെ വരുമ്പോൾ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും?
0 ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് ഓഡ് ഫംഗ്ഷൻ, അതായത് ഇവിടെ ഫസ്റ്റ് പീരീഡിൽ മാത്രമേ ഇവിടെ നമുക്ക് വാല്യൂ ഉണ്ടാവൂ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ വാല്യൂ കിട്ടുക? y ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് നമുക്കിവിടെ കോമൺ ആയിട്ട് എന്തെടുക്കാൻ വേണ്ടി പറ്റും? സമ്മേഷൻ അല്ലേ, r ഈക്വൽ ടു 1 to infinity. Okay, then 4a divided by pi. 4a divided by pi into ഇതിന്റെ വാല്യൂ 2 വന്നതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്, ഇൻറ്റു സൈൻ r ഒമേഗ t ഡിവൈഡ് ബൈ r. ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതെന്താ 4a by pi കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് 4a by pi പുറത്തേക്ക് എടുക്കാം. പിന്നെ ഇൻറ്റു ആദ്യ സൈനിനെ, അതായത് ആറിന് 1 എന്നുള്ള വാല്യൂ കൊടുക്കും. അപ്പൊ എന്താ വരിക? സൈൻ ഒമേഗ ടി അല്ലേ. പിന്നെ ആറിന് 2 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? കംപ്ലീറ്റ് 0. പിന്നെ എന്താ ഉള്ളത്? ആറിന് 3 എന്നുള്ള വാല്യൂ കൊടുക്കുക. ദാറ്റ് മീൻസ് സൈൻ 3 ഒമേഗ ടി ഡിവൈഡ് ബൈ 3. ഓക്കെ, ദെൻ പിന്നെ എന്താ ഉള്ളത്? ആറിന് എന്ത് കൊടുക്കുക? 4 എന്ന് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? 4 ഇവൻ ഫംഗ്ഷൻ ആണ്, ക്യാൻസൽ ചെയ്തു പോകും. പിന്നെ 5 കൊടുക്കാം. ദാറ്റ് ഈസ് സൈൻ 5 ഒമേഗ ടി അല്ലേ, സൈൻ 5 ഒമേഗ ടി ഡിവൈഡ് ബൈ 5. ഈ രീതിയിൽ നമുക്ക് സീരീസ് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് y ഈക്വൽ ടു 4a by pi sin omega t plus sin 3 omega t by 3 plus sin 5 omega t by 5. ഈ രീതിയിൽ ഈ സീരീസ് ആണ് കിട്ടുന്നത്. സോ ഇതാണ് ഇതിന്റെ ഫൈനൽ, ഈ സീരീസിന്റെ ഫൈനൽ ഫോം ഈ രീതിയിലാണ് വരിക. ഓക്കെ ഓക്കെ, എങ്ങനെയാണ് ഇതൊരു സ്ക്വയർ വേവ് ആയിട്ട് മാറുന്നതാണ് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഫൊറിയർ സീരീസിലെ ഫസ്റ്റ് ടേം, അതായത് 4a by pi sin omega t എന്ന് പറയുന്നത് ഈ ഒരു വേവ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ ഈ വേവിനുള്ളിൽ ഒരു 2 വേവ് ഇതിനുള്ളിൽ വരുന്ന രീതിയിലാണ് രണ്ടാമത്തെ സെക്ഷൻ ഉണ്ടാവുക. അതാണ് ആ വേവ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ വാല്യൂ 4a by 3 pi into sin 3 omega t. ഓക്കെ, അതുപോലെ തന്നെ മൂന്നാമത്തെ വേവ് ഇതിനുള്ളിൽ ഒരു 3 എണ്ണം വരുന്ന രീതിയിൽ ഉണ്ടാവും. സോ അത് എന്ന് പറയുന്നത് 4a by 5 pi sin 5 omega t. ഓക്കെ, sin 5 omega t. ഈ രീതിയിൽ ഓരോന്നും ഇതിനുള്ളിൽ കൂടി അവസാനം ഇത് നമ്മൾ ഒരു സ്ക്വയർ വേവ് പോലെ നമ്മൾ അവസാനം കാണുന്നതാണ്. ഓക്കെ, ഫൈനലി നമ്മൾ കാണുന്ന സമയത്ത് ഇത്രയും വേവിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ എന്ന് പറയുന്നത് സ്ക്വയർ വേവ് എന്ന് പറയുന്നത്. അപ്പം ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഏത് വേവും, അതായത് സ്ക്വയർ വേവ് എടുക്കുകയാണെങ്കിലും സോട്ടൂത്ത് വേവ് എടുക്കുകയാണെങ്കിലും ഹാർമോണിക് വേവിന്റെ, അതായത് സൈൻ വേവിന്റെയും കോസ് വേവിന്റെയും കോമ്പിനേഷൻ ആണ്. അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കോമ്പിനേഷൻ ചേർന്നിട്ട് ഫൈനലി നമുക്ക് അതൊരു സ്ക്വയർ പോലെ തോന്നുകയാണ്. പക്ഷെ ഇതിനിടയിൽ ഒരുപാട് വേവിന്റെ കോമ്പിനേഷൻ ഉണ്ട്. അതായത് 0 to infinity ഈ വേവിന്റെ കോമ്പിനേഷൻ ആണ് നമുക്ക് അവസാനം എന്ത് കിട്ടുന്നത്? സ്ക്വയർ വേവ് ആയിട്ട് കിട്ടുന്നത്. സോ ഈ രീതിയിൽ തന്നെയാണ് സോട്ടൂത്ത് വേവും ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് സ്ക്വയർ വേവിന്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ. ഓക്കെ.